നമസ്കാരമുണ്ട്. നമ്മൾ ആഗസ്റ്റ് 15 4 മിലിറ്ററിക്കാരുള്ള ഒരു വീടുണ്ട് ഈ ചേലക്കരയിലെ തോന്നൂർക്കരയിൽ. ആ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വിജയകുമാറേട്ടൻ എന്ന് പറയും. ഇവിടെ മിലിറ്ററിയിലൊക്കെ അറിയപ്പെടുക വിജയകുമാർ നായർ എന്ന് പറഞ്ഞാലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വിജയകുമാറേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ വിജയകുമാറേട്ടൻ. നമസ്കാരം. നമസ്കാരമുണ്ട്. എന്തൊക്കെ പറയണു? പിന്നെ ആഗസ്റ്റ് 15 ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണു. അതെ, ഇതാണ് തറവാട് അല്ലേ? തറവാട്. അതെ അതെ. അപ്പോ ഇവിടെ അമ്മയും സഹോദരങ്ങളൊക്കെ പിന്നെ പുറത്താണല്ലോ. പുതിയ വീട് അപ്പുറത്ത് കയറ്റിയാലും തറവാട്ടിൽ തന്നെ ആയിരിക്കും എല്ലാവരും താമസം. തറവാട്ടിലായിരിക്കും അല്ലേ? അപ്പൊ ഈ ഇങ്ങനെ ഈ ഇതൊക്കെ നമ്മൾ തന്നെയാണോ അതൊക്കെ പരിപാലിച്ചു പോരുന്നത്? സൈന്യത്തിൽ നിന്ന് വന്നപ്പോ ആ ഒരു ഫിറ്റ്നസിന് വേണ്ടിയിട്ട്. അത് ശരി. ഇത് വൈഫ് അല്ലേ? ഇപ്പൊ 60-ാം പിറന്നാൾ കഴിഞ്ഞ് പറഞ്ഞു. കണ്ടപ്പോ ഒരു 30 തോന്നുന്നത്. രണ്ടുപേരും ഇങ്ങനെ കാണുമ്പോ പ്രായേ തോന്നുന്നില്ല. മക്കളൊക്കെ ആയില്ലേ? രണ്ട് മക്കൾ, അവർക്ക് 2 മക്കളായി. മോൾക്കൊരു മോളായി. ഓക്കെ ഓക്കെ. കുട്ടികളായി. കാലത്ത് എക്സസൈസുകളൊക്കെ അതേപോലെ ഉണ്ടാവില്ലേ? എന്ത് പറയണു? പിന്നെ ആഗസ്റ്റ് 15 ആയിട്ട് എന്താ അങ്ങനെയൊക്കെ പോകണം. അതെ അല്ലേ? പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവൂല്ലേ? ഓർക്കാറുണ്ട്. ആദ്യത്തെ യുദ്ധം തുടങ്ങിയത് 62 കാലഘട്ടം. ഒക്ടോബർ 20 19 ഞാൻ ആദ്യത്തെ പ്രസവം പ്രസവിച്ചു മിലിറ്ററി ആസ്പത്രിയിൽ. മിലിറ്ററി ആസ്പത്രിയിലാണ്. ഇവരൊക്കെ മിലിറ്ററി ആസ്പത്രി. ഇവനും നാഷണൽ ഡിഫൻസ് അക്കാദമി. പിറ്റേ ദിവസം യുദ്ധം തുടങ്ങി. അച്ഛൻ ലീവിൽ വന്ന് റീകോൾ ചെയ്തു. അങ്ങനെ ഇതായി. അന്നൊക്കെ പട്ടാളക്കാർക്ക് കഷ്ടമാണ്. പിന്നെ ഒക്കെ ഇതായി. പിന്നെ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി. അങ്ങനെ ഓരോ യുദ്ധം. പിന്നെ കുറെ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അച്ഛൻ. അതെ അതെ അതെ. അദ്ദേഹത്തിന്റെ ചിട്ടവട്ടമായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഭയങ്കര സ്ട്രിക്റ്റും കണിഷുമാണ് കാര്യങ്ങൾ. ഓർഡർ എന്ത് പറഞ്ഞാലും നമ്മൾ സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളെ വയ്യായ പറയാം. ആദ്യം അങ്ങോരം എന്താ പറഞ്ഞാൽ അത് ചെയ്തു. കുട്ടികളായാലും ഭാര്യ ആയാലും ആരായാലും ഭയങ്കര സ്ട്രിക്റ്റാ. ഈ എപ്പോഴും ഞാൻ ഇവിടെ വരുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു പൊടി ഒന്നും ഉണ്ടാവില്ല. അച്ഛന് എപ്പോഴും നിർബന്ധം ക്ലീൻ ആയിട്ടുള്ള ഒരു അടുക്കളയില് നീറ്റ് ആയിരിക്കണം. അത് ഞാൻ ഇവിടെ വരുമ്പോ ഞാൻ പല പ്രാവശ്യവും ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ചന്ദ്രമാമ നമ്മളായിട്ട് നല്ല കണക്ഷൻ ആയിരുന്നു. ചന്ദ്രമാമയ്ക്ക് പണ്ടൊരു സൈക്കിൾ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഈ ഒരു വലിയ സൈക്കിളാണ് അത്. ഇംഗ്ലീഷുകാരുടെ സൈക്കിൾ. അത് ഭയങ്കര ഹൈറ്റ്. അത് അപ്പൊ അത് പണിയാൻ എന്റെ അച്ഛന് സൈക്കിൾ കടയാണ്. എന്റെ അച്ഛനെ അറിയുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെറിയ കുട്ടി കാലഘട്ടത്തില് ചന്ദ്രമാമനെ ഞാൻ അറിയുന്നത്. അപ്പൊ അത് ഭയങ്കര ഹൈറ്റ് ഉള്ള സൈക്കിൾ. അത് ഇവിടുത്തെ ആൾക്കാർക്ക് ചവിട്ടാൻ പറ്റും. അത്രയും ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പാർസൽ. മിലിറ്ററി സൈക്കിളാണ്. അപ്പൊ അത് അന്നത്തെ കാലത്തായാലും ഇപ്പോഴല്ല കേട്ടോ, ഒരു 35 വർഷമൊക്കെ. 35 വർഷം. അനിയന്മാരും ഏട്ടന്മാരും ഒക്കെ മിലിറ്ററിയിലാണല്ലോ. അവരൊക്കെ റിട്ടയർഡായി. അവരൊക്കെ മരിച്ചു. അച്ഛനും മരിച്ചു. 29 കൊല്ലം റിട്ടയർഡ് ആയിട്ട് ഇരുന്നു. 29 കൊല്ലം മാക്സിമം സർവീസും ചെയ്തു. അതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പണ്ടൊക്കെ അത്ര വിദ്യാഭ്യാസം 10ാം ക്ലാസ് മോളുടെ ഒപ്പല്ലേ ആള്? അങ്ങനെ മോളുടെ 10ാം ക്ലാസ് കൂടി എഴുതി ജയിച്ചു. അതിന് എഴുതിയിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടു നമ്മുടെ നാട്ടില്. അപ്പൊ ഇത് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാലാണ് പ്രൊമോഷൻ കിട്ടുള്ളൂ. ബേസി ആവാൻ പറ്റില്ല. ഹവിൽദാർ മേജർ വരെയായി. അപ്പൊ പരീക്ഷ എഴുതി. ജമ്മുവിൽ വെച്ചിട്ടാ പരീക്ഷ. ഇവിടെ വന്ന് നോക്കുമ്പോ മോളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അച്ഛന്റെ ഒരേപോലെ. അങ്ങനെയാണ് അറിഞ്ഞത്. അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല. 12 വയസ്സിൽ അച്ഛൻ മരിച്ചു. അപ്പൊ ചെറിയ അമ്മ ഗർഭിണിയാണ്, ചെറിയ അനിയന്. അപ്പൊ കഷ്ടപ്പാടുകൊണ്ട് ഭയങ്കര തറവാട്ടിലൊക്കെ ജനിച്ചതാണ്. 14 10 അതൊക്കെ പോയി പോന്നു. നമ്മളിപ്പോ ഏതിലാണ് ശരിക്കും? മറ്റേ ഈ ഫാക്ടറിയിലായിരുന്നു. രക്ഷാമന്ത്രാലയത്തിന്റെ കീഴിൽ ആർമി, എയർഫോഴ്സ്, നേവി, പിന്നെ വേണ്ട അതർ പാരാമിലിറ്ററി ഫോഴ്സിന് വേണ്ട പ്രൊഡക്ഷൻ സെന്ററിൽ ഇതായിട്ടാണ്. അതില് വലിയ ഓഫീസറായിട്ടായിരിക്കും റിട്ടയർഡ് ആയിട്ടുണ്ടാവും അല്ലെ? ഇനി അച്ഛന്റെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ കാണാൻ. അതെന്താ? അതെ, അതെന്താ സർട്ടിഫിക്കറ്റ് കാണാൻ? പഴയ തറവാടായ കാരണേ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അല്ലേ ചന്ദ്രമാമയുടെ ഫോട്ടോ അല്ല? ഇതാണ് ചന്ദ്രമാമയൊക്കെ നല്ല ഇതാണ്. ഇത് രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി രാഷ്ട്രപതി ഒപ്പോട് കൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ.
ഇതാണ് ഈ KCS നായർ എന്ന് പറഞ്ഞാലാണ് മിലിറ്ററിയിൽ അങ്ങനെ അറിയപ്പെടുക. ഈ ഇങ്ങനെ പഴയ ഫോട്ടോകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഫ്രെയിം ചെയ്യാ വീട്ടിൽ തറവാടായി കാരണം എന്നിട്ടുള്ളൂ അല്ലേ? അതെ. അങ്ങനെ പഴയ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ നമ്മുടെ കുറവാ അത് എല്ലാ സ്ഥലത്തും പഴയ വീടുകൾ. ഇത് മച്ചൊക്കെ ഇപ്പൊ ഇത് അഭിമാനമായിരുന്നു. അതെ. ഇത് കാണുമ്പോഴേ നമുക്ക് ആ പഴയ കാലങ്ങളിൽ ഓർമ്മ വരും. ഇത് പിന്നെ പഴയ ഒരു വീടായ കാരണം, തട്ടൊക്കെ ഇട്ട വീടായ കാരണം നല്ല കൂളിംഗ് സിസ്റ്റം ആയിരിക്കും. അപ്പൊ പുതിയ വീട് കയറ്റിയാലും ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ ഫുള്ള്. ഓക്കെ. പണ്ടത്തെ തലമുറ, പുതിയ തലമുറ. ഓക്കെ ഓക്കെ ഓക്കെ. അച്ഛന്റെ അമ്മ, ഇത് അച്ഛന്റെ അമ്മമ്മ, ഇത് അച്ഛന്റെ അമ്മാവൻ, ഇത് അമ്മയുടെ അമ്മയും നമ്മുടെ അച്ഛനും. ശരി. അച്ഛന്റെ യൂണിഫോം കൂടി. യൂണിഫോം കൂടി മെഡലും മെഡലുണ്ട്. മെഡലുകളില് മെഡലുകള് അച്ഛന് കിട്ടിയ മെഡല്, സ്റ്റാർ, ചെറിയ മ്യൂസിയം മാതിരി. അതെ, നമ്മളത് ഒരു അംഗീകാരമാണല്ലോ. ഇതൊന്നും അങ്ങനെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അതെ. അന്ന് ഈ യുദ്ധ സമയത്തില്ലേ അമ്മ, യുദ്ധ സമയത്ത് നമ്മള് ബോംബെന്നാണോ അങ്ങോട്ട് വന്നപ്പോ അപ്പൊ ആ ഒരു അനുഭവം എന്തായിരുന്നു? അങ്ങനെ വരുമ്പോഴൊക്കെ വളരെ ഇതായിരുന്നല്ലോ. നല്ലതായിട്ടുള്ള അനുഭവമായിരുന്നു. ഞങ്ങള് ഒരു ട്രെയിൻ 3 കമ്പാർട്ട്മെന്റ് മുഴുക്ക ഞങ്ങൾ പട്ടാളക്കാരും ഫാമിലിയും എല്ലാം കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അവിടുന്ന് പുറപ്പെട്ട് 2-ാം ദിവസമാണ് മീററ്റിലെത്തുന്നത്. അതുവരെ ഭക്ഷണത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ സ്റ്റേഷനിലും വണ്ടി നിൽക്കുമ്പോൾ സേട്ടുമാർ ആ കമ്പാർട്ട്മെന്റിലേക്ക് ഭക്ഷണം, സാധനങ്ങൾ, പേപ്പർ, അത് എന്തെല്ലാം വേണം സൈനികർക്ക് വേണ്ട എല്ലാം എത്തിച്ചു തരും. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ദേശസ്നേഹം തുറമുള്ള ആൾക്കാരായിരുന്നു ഭക്ഷണം കൊണ്ട് നമുക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ട് വന്നില്ല. എന്താ വേണ്ട ചോദിക്കുക, കുട്ടികൾക്ക് പാല്, അത് എല്ലാ സാധനവും. അന്നൊക്കെ ഒരു 3-4 ദിവസം വേണ്ട എത്താൻ. കൊങ്കണൊന്നും ഇങ്ങനെയല്ലല്ലോ ട്രെയിനൊക്കെ. അന്ന് ഇലക്ട്രിക് ട്രെയിനും ഇല്ല, മറ്റേ കൽക്കരിയാണ്. അപ്പൊ കരിയിൽ മുങ്ങും നമ്മൾ. 4 ദിവസമൊക്കെ പിടിക്കൂല അന്ന്. അന്ന് 3-ാം ദിവസം എത്തും. കൽക്കരി ആണെങ്കിലും കുഴപ്പമില്ല, 3-ാം ദിവസം എത്തൂല്ലേ. അപ്പൊ അങ്ങനെ ഒരു അനുഭവം. അന്ന് കൈ കുഞ്ഞായിരുന്നു അല്ലെ? ശരി. നേരിട്ട് ചെന്നിട്ടാണ്. അമ്മക്ക് എത്ര കുട്ടികളോ മൊത്തമായിട്ട്? 3 ഒരു ആൺകുട്ടി 2 പെൺകുട്ടി. 2 ഡിഫൻസ് അക്കാഡമിയിലാണ് പ്രസവിച്ച്. മറ്റാള് നേരിട്ട് MH. അവിടെ എങ്ങനെയാ യുദ്ധം കഴിഞ്ഞിട്ട് കൈയും കാലും ഓരോ ഭാഗങ്ങളില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് നോക്കണ ആസ്പത്രിയാണ്. 1000 ബെഡുള്ള ആസ്പത്രിയാണ്. അതിൽ മുഴുക്ക ഈ പട്ടാളക്കാര് അംഗവൈകല്യം വന്നവരാണ് കൂടുതലും. അവർക്ക് വേണ്ടതൊക്കെ നമുക്കതൊക്കെ കാരണം അവരുടെ ഫാമിലി ഒന്നും അടുത്തില്ല, എവിടേക്കോ കിടക്കുന്നവരാണ്. ആ മിലിറ്ററി ആസ്പത്രി മുഴുക്ക അങ്ങനെ കാണാൻ വഹിക്കില്ല നമുക്ക്. അന്ത്യായ വിജയകുമാറേട്ടാ, ഈ വരും തലമുറയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഈ ആഗസ്റ്റ് 15 ഒരു മാർഗനിർദ്ദേശം കൊടുക്കില്ല? ആ സന്ദേശം കൊടുക്കാനുള്ള എന്താണത്? അതായത് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് നമ്മുടെ തോന്നൂർക്കർ മാത്രമല്ല മൊത്തം കേരളത്തിൽ തന്നെ പട്ടാളക്കാർ ഏത് റാങ്ക് ആയിക്കോട്ടെ നല്ലൊരു റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. പഞ്ചാബിന് കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ കേരളത്തിൽ കൂടുതൽ അന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സമൂഹ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പഞ്ചാബും ഹരിയാനയൊക്കെ അത് നിലനിർത്തുന്നുണ്ട്. ആ ആർമിക്കുള്ള ആവേശം, ആ മനസ്സിനുള്ള വികാരം കേരളത്തില് ആർമിക്കാരെ കണ്ടാൽ ചീത്ത പറയുന്ന ഗതി വരയ്ക്ക് എത്തിത്തുടങ്ങി. വളരെ ദുഃഖജനകമാണ്. ആർമിയിൽ വളരെ സമൂഹം ഇതൊന്ന് ആലോചിക്കേണ്ടതാണ്. നമ്മളാൽ എന്തെങ്കിലും രാഷ്ട്രത്തിന് സഹായം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൽ പരം സന്തോഷം, ആത്മസംതൃപ്തി എന്ന് പറഞ്ഞ സംഭവം. നമ്മുടെ എല്ലാ തൊഴിലിലും ശമ്പളം കിട്ടും. അത് പ്രൈവറ്റ് ജോബാണ് ശരി, എല്ലാ തൊഴിലും സംതൃപ്തി. കൃഷി അതുമാതിരി തന്നെ പട്ടാളം, ഈ രണ്ടിലുള്ള ആത്മസംതൃപ്തി വേറെ ഒരു തൊഴിലുമില്ല. അതാണ് അതിന്റെ കൂടുതൽ നാടിന്റെ നട്ടെല്ലാണ് ഈ കൃഷിയും ആത്മസംതൃപ്തി. അതാണ് ഇപ്പൊ റിട്ടയർ ചെയ്ത് വന്നിട്ടും അത്യാവശ്യം വേണ്ട പച്ചക്കറി തോട്ടം കൃഷിക്കാരനല്ലെങ്കിലും ആ 2ാമത്തെ ഓപ്ഷനിൽ കടന്നു. പട്ടാളത്തിൽ നിന്ന് രാജിവെച്ചു വന്നു, ഇപ്പൊ 2ാമത്തെ ഓപ്ഷനിലേക്ക് കടന്നു. കഴിയുന്നത്ര അവനോട് വീട്ടില് പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കി പൊട്ടിക്കും. ആ കൈ കൊണ്ട് പൊട്ടിക്കുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ. അതുമാതിരി തന്നെ
നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ചെയ്യണം. നമ്മൾ യുദ്ധക്കോപ്പ് ഉണ്ടാക്കുന്നു. ആ യുദ്ധക്കോപ്പ് ഫീൽഡിൽ ഉപയോഗിക്കുമ്പോൾ കാണുമ്പോഴുള്ള സന്തോഷം നമ്മുടെ ചിന്താഗതി വളർന്ന് പണ്ട് ഇന്ന് നമ്മളതൊന്ന് മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ അതിലേക്ക് തിരിച്ചു വരണം. ഇത് തലമുറ ഇത്ര പറയാറുണ്ട്. നമ്മുടെ തോന്നൂർക്കെ തന്നെ ഇപ്പൊ 2 പെൺകുട്ടികള് നിങ്ങൾ രണ്ട് പെൺകുട്ടികൾ ആർമി ചേർന്നു. ഒന്ന് രണ്ട് കുട്ടികൾ ശ്രമിക്കുന്നുണ്ട് ഫോഴ്സിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അറിവില്. അവരും ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു ഇതാവട്ടെ. അവരെന്നെ അപ്രോച്ച് ചെയ്തിട്ട് വേണ്ട അഡ്വൈസ് എപ്പോഴും ആർക്ക് വേണിച്ചാൽ കൊടുക്കാവുന്ന അത് നല്ലൊരു ഇതാണ് അമ്മ. ഓക്കെ.